കേട്ടോ, കൊള്ളാം. ഗിയർസ് എല്ലാം വർക്ക്. നശിപ്പിച്ച് കയറി ഇരുന്ന്. സൗണ്ട് കുറച്ചോ. എന്തത്? അങ്ങോട്ട് ചായ ഒന്നും കൂടി കോട്ടയൊക്കെ എനിക്ക് കാണത്തില്ല. ഇതാ എടാ അതെ നീ എന്റെ സിമുലേറ്ററിൽ വാ. ഇത് ഞങ്ങൾ മോശം ആൾക്കാർ ത്രസ് ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. ഇതാ അപ്പീൽ ഇത് പ്രൊമോട്ട് ചെയ്ത് നാളെ മോശം തന്നില്ലേ അത് സ്പോൺസർഷിപ്പ്, അതങ്ങ് എടുത്തോണ്ട് പോകും. ഇത് വേറെ ഡയറക്ഷനിലോട്ടാ പോണ കേട്ടാ. അളിയ മോശമാണ് കിട്ടില്ല. എന്താ കാണിക്കുന്നേ? കുടിക്കാൻ പറ്റണ്ടേ? ഒരു ലാപ്പയോ മരിയെ കുടിക്കേ. ആ റേസിംഗ് അടുത്തായിട്ട് ഓടിക്കാൻ പോകുന്നത് ഡ്രീമർ ഗെയിമിംഗ്. കാര്യമൊന്നുമില്ലെന്നാ അല്ലെങ്കിൽ പിന്നെ ട്രൈ ചെയ്യാം. നീ ഓടിച്ചിട്ട് പോ. എനിക്ക് ഇങ്ങനെ പറ്റില്ല. എനിക്ക് ഈ ബസ് ഒട്ടും പറ്റില്ലടാ. നീ ഓടിക്കളിയാ. ഇവിടെ ഫ്രണ്ടിൽ ലിവർ ഉണ്ടോ ഈ സൈഡില്? അവരതുപോലെ അങ്ങനെ. പക്ഷെ ഇതാവട്ടെ അത് തന്നെ ബ്രോ. ഇതാരെ കിക്ക് പോയിന്റ് അയച്ചേ? പ്ലീസ് ഇൻട്രൊഡ്യൂസ് സ്നൈപ്പൂട്ടൻ കട്ട വെയിറ്റിംഗ്. കട്ടാരേ അത് തന്നെ. അത് തന്നെ. ആറ്റിറ്റ്യൂഡ് ഉണ്ട്. കുറച്ച് വളവില്ലാതെ സ്ട്രൈറ്റ് റോഡ് പോയപ്പോൾ ആറ്റിറ്റ്യൂഡ് ഉണ്ടോ മറ്റേ? അല്ല അവനൊക്കെ ഇവനെ ആളാവാൻ വേണ്ടി മറ്റേ നിർത്തിത്തിരിക്കൂടാ. സൂപ്പർ. ഇതല്ല ട്രാക്ക് ഇതല്ല. അടിപൊളി. അത് തന്നെ. ഇതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച സാധനം. അതാ എന്റെ ഓണായി. എന്റെ ഓണായി കിടക്കുമായിരുന്നു ഞാൻ കളിച്ചപ്പോഴും. ഇതാണ് നിന്നിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഗെയിം പ്ലേ. താങ്ക് യു സോ മച്ച്. കുറെ ബോസ് പി ആർസ് വന്നിട്ട് ബോസ് എണ്ണം ബെറ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ഇഗ്നോർ ചെയ്ത് വിടുന്നത്. ഇതേ ഒരു നിങ്ങളെയാ ഇത് ഏത് കാർഡ്? ഇത് നൈസായിട്ട് ഞാൻ അടുത്തടുത്ത് കയറ്റി കൊണ്ടുപോകാൻ കേട്ടോ. ഇത് സുപ്രീം എക്സാ. ഇത് 5090 ആണോ? സുപ്രീം എക്സാ 5090. കൊണ്ടുപോകാം.
അയ്യോ സത്യമല്ലേ 5 ലക്ഷം രൂപയാ കൈസ് ഈ കയ്യിലിരിക്കുന്നേ. 5 ലക്ഷം എൻ്റെ അമ്മു. കയ്യിന്ന് കാണുന്നത് താഴെ വീണോട്ടല്ലോ. ഇത് വർക്കിംഗ് കാർഡാണോ? ഇതെന്റെ കാർഡ് തന്നെയാണോ? ആണല്ലേ, ഓക്കെ ഓക്കെ. ഇതെന്റെ കാർഡ് തന്നെയാണോ? അപ്പൊ ഇത് എന്റെ കാർഡ് തന്നെ. അപ്പൊ എനിക്ക് ആരും ചോദിക്കാൻ ആദ്യം അറിഞ്ഞില്ല കേട്ടാ. സ്വന്തം സാധനം ഓടിച്ചെന്നുള്ള ചീത്തപ്പേരായതിന്. അപ്പൊ അതിനകത്ത് ഇതല്ല വെച്ചേക്കുന്നേ. ആ ഇതെല്ലാം ബാക്കി കൂളറാണോ? അപ്പൊ അതിനകത്ത് ബോർഡില്ലാത്തൊരു ഇത് മാത്രമാണ്. ഓ ഗൈസ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടാ. ബ്രോ ഇവിടെ ജനലക്ഷങ്ങൾ കാത്തിരിക്കുകയാണ്. അത് തരത്തിലാണ് ഓരോരുത്തരും വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. കയറ് അതാണ് സാധനം. ഞാൻ ഇതുപോലെ അതിന് ഫോട്ടോ ഇടാം. അത് വേണ്ട. ഇന്ത്യയിൽ ഇത് ഒന്ന് തന്നെ, ലോകത്തിലൊന്നേ ഉള്ളൂ കസ്റ്റമൈസ്ഡ്. എനിക്ക് വേണ്ടി മാത്രം. ഏതാ സാധനം അടിപൊളി തന്നെ. പച്ച ലിക്വിഡ് പച്ച ഇഷ്ടപ്പെട്ടില്ല. ചൊമ്പൊഴിക്കണം. അപ്പാപ്പനാണോ അഡ്ജസ്റ്റ് ചെയ്യാം. പച്ച പിന്നെ ചെറിയൊരു മഞ്ഞ ടച്ച് ഉണ്ട്, അത് തീരെ വേണ്ട. ഗോൾഡ് ആണ്. മഞ്ഞ തീരെ വേണ്ട. ഇത് മഞ്ഞല്ല, ഇത് ഗോൾഡ് ആണല്ലേ. സെറ്റ് സാധനം കേട്ടാ. മഞ്ഞയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെ ഇത് ബാബു എന്നൊക്കെ എഴുതാൻ പറ്റും ഇവിടെ. പിന്നെ എന്താണ് എഴുതാ? ഇല്ല ഞാൻ കേട്ടായിരുന്നു. വേണ്ട. ബാല രണ്ട് വാക്ക് വാസോണിനെ പറ്റിയോ പീസിനെ പറ്റിയേക്കാളും വാസോണിനെ പറ്റി അല്ലേ ബർത്ത്ഡേറ്റ് പറയണ്ട. നമ്മളെ സ്വന്തം വണ്ടിയിലിരുന്ന ആള് കരഞ്ഞില്ലെന്നുള്ള കേക്ക് കട്ട് ചെയ്തപ്പോ. ഞാനിത് സ്പാം ചെയ്ത് മുറിക്കല്ലേ കഴിഞ്ഞ വർഷം ഉമ്മാരും ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ ഉമ്മാർക്ക് വേണ്ടി കൂടെ മുറിക്കണ്ടായിരുന്നത്. ഞാൻ എൻ്റെ വീഡിയോ ഇപ്പോഴും ഉണ്ട്. ഇവന്മാർ ആരും ഇല്ലായിരുന്നു കഴിഞ്ഞ വർഷം. പിന്നെ ശരത്തേടാ കണ്ടോണ്ടിരിക്കാന്നറിയാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നോ? ഇല്ല 4 മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞായിരുന്നു. എന്താണ് എന്ത് പറ്റി അണ്ണാന്ന് ചോദിച്ചത്? വെള്ളം അടിക്കാൻ മാത്രമേ വാ തുറക്കുള്ളൂ, ഇതിനൊന്നും പറ്റത്തില്ല. ഹലോ നമ്മളിതിൽ ഓൾറെഡി സംസാരിച്ചു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന പ്രൊഡക്ട്സാ. അറിയാവുന്ന പ്രൊഡക്ട്സ് ആണ്. ഏതാ കീബോർഡ്? ഏതാ? ഇതൊന്നും നമുക്കറിയൂടാ. PC ചിലര് മാരിയിട്ട് അറിഞ്ഞില്ലേ? അപ്പൊ ഇന്നൊരു പൊളി അങ്ങ് പൊളിക്കും. നമ്മക്കറിയാലോ. നമുക്ക് നമ്മുടെ പയ്യന്മാർ ഇപ്പൊ നമ്മുടെ ടിവിയിലെ മിക്ക പയ്യന്മാരും ഇല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പൂൾ വില്ല വല്ലതും എടുത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ അതൊരു ചോദിക്കുന്ന എന്തും അവിടെ ചെല്ലുമ്പോ മനസ്സ് മറന്നില്ല. ചോദിക്കുന്ന എന്തും അണ്ണൻ നമ്മളെ മേടിച്ചു തരണം. എനിക്കറിയാലോടാ അണ്ണന്റെ ബർത്ത്ഡേക്ക് വാങ്ങി തരുന്നത്. പൂളില്ല ഇപ്പൊ തന്നെ എടുക്കട്ടെ. സ്റ്റേ എന്ന് പറഞ്ഞ ലിസ്റ്റ് എടുക്കാം. ലിസ്റ്റ് എടുക്കാം. ഓക്കെ ഞാൻ പറഞ്ഞ അണ്ണൻ്റെ ഇത് പറഞ്ഞു. അതല്ലണ്ണാ എന്നുവെച്ചാൽ ഒന്ന് ആലോചിച്ചു നമ്മളിപ്പോൾ ക്ലാസ് അത് ഇതൊക്കെ ഒരു പിന്നെ ക്ലാസ് ആണോ? ഇതൊക്കെ അങ്ങോട്ട് നോക്കിയിട്ട് ബലൂൺ ഫിറ്റ് ആണ് ഇപ്പോഴും. ഇതൊക്കെ കേട്ട് മാരിറ്റ് കയറിയുള്ള അവസ്ഥയെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണ്ണീച്ച് വന്നാണ്. അതിപ്പോ മാരിറ്റ് കയറാൻ പിന്നെ ഈ സ്റ്റേറ്റ് പറ്റൂല. നമ്മളെ പോലെ ഇത്ര ക്ലാസ് ഒക്കെ ആയിട്ട് കണ്ടേ. നമ്മുടെ അവിടെ നല്ല സൈക്കിളും ഉണ്ട്. പുള്ളി വള്ളത്തിൽ നിന്ന് മീമല വീശിക്കൊണ്ട് വരുമ്പോ കൈയിട്ടുണ്ട് അങ്ങനെ പുള്ളി വരുത്തുന്നേ. എന്നിട്ട് പുള്ളി പറയണേ ഇവിടുന്ന് ഒന്ന് പോയിട്ടുള്ള സാധനങ്ങളൊന്നും മോനെ പുള്ളിക്കാരൻ അവിടെ ചെന്നപ്പോൾ 5 കാലം നിൽക്കുവാണ്ട.
എന്നിട്ട് പറഞ്ഞ് ദക്ഷിണമൊക്കെ ഒരു 200 രൂപ, ഞാൻ ദൈവത്തിന് വേണ്ടി അർച്ചനയൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു, വാച്ച് നിങ്ങൾ വന്ന് മേടിക്കണേന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഇത് പേഴ്സ് എന്തെങ്കിലും 1 രൂപ പേഴ്സിലുണ്ടെന്ന് ചോദിക്കും. 200 രൂപ നോട്ട് പുള്ളിക്ക് എടുത്ത് കൊടുത്ത് ഞാൻ. പുള്ളി അജ്ജ് കാലേക്ക് വേണോ തിരിച്ച്? ഒരുപാട് നന്മ ചെയ്യില്ലേ നീ? യവൻ തന്നെ ആയിരിക്കും ആ വാച്ച് അടിച്ച് മാറ്റിച്ചത്. യവൻ തന്നെ ആയിരിക്കും കണ്ടുപിടിച്ചത്. കള്ളനാണാ നീ, കള്ളൻ. ഞാനങ്ങനെ സാധാരണ ഒരിക്കലും ഇത് വാച്ച് മറന്ന് വെക്കാത്തതാ. ഇത് എന്റെ നല്ല കരിപ്പ് മൂടാണല്ലോ. പോയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. വിനീതിലൂടെ കേട്ടോ. എല്ലോട് പോകണം. ആ ഓക്കെ പോയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഷൺമുഖണ്ണന്റെ സൈക്കിള് രാത്രി പുള്ളിക്കാരൻ്റെ സൈക്കിളും എടുത്ത് നേരെ സ്നൈപ്പ് മോഡ് ഓടിക്കാൻ ഇറങ്ങി. ലോഡ് വെച്ച് കായലിൽ കൊണ്ടിട്ട് അണ്ണനടുത്ത് വന്ന് കയറിയപ്പോൾ പറഞ്ഞത്, രാവിലെ നോക്കിയപ്പോഴുണ്ടല്ലോ ഷൺമുഖം മാമ സൈക്കിള് ക്ലോസറ്റിന്റെ അടുത്ത് കൊണ്ട് പൂട്ടിയിട്ടേക്കുന്നു. ആരും എടുത്തോണ്ട് വരിക. അതൊക്കെ ഇരിക്കട്ടെ, ചോദിക്കണമെന്ന് പറഞ്ഞു. നമുക്ക് അപ്പം സ്റ്റേ സെറ്റ് ചെയ്യട്ടെ. പൂൾ വേണോ? ഇൻഫിനിറ്റി വേണോ? എങ്ങനത്തെ വേണം? ഇൻഫിനിറ്റി വേണോ? ഇൻഫിനിറ്റി വേണം. ഇൻഫിനിറ്റി 10 ഫീറ്റ്. ഒരു PS5 കടമുണ്ട് ഗൈസ്. എനിക്കിത് പ്രോഡക്റ്റ് ഏകദേശം വലുതായി. അടുത്ത വർഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ജോയിസ്റ്റിക് കൊച്ചു കൈ വെച്ച് കാണിക്കുന്നത്. ജോയിസ്റ്റിക് അല്ല മോനെ, ഇത് അച്ഛൻ്റെതോ? അതല്ല, ഓ ഭാഗ്യം രക്ഷപ്പെട്ടു. കുറച്ചുകൂടെ സമയം എടുക്കും കേട്ടോ. PS5 ഞാൻ പറയിക്കും ബാബു. PS6 പറയിച്ചോ, കുഴപ്പമില്ല. ഞാൻ പറയിക്കും അവനെ കൊണ്ട്. അവൻ പറയുന്നതിന്റെ അടുത്ത് എന്റെ കയ്യിൽ പൈസ വരണോ ഞാൻ ഇവിടെ കൊണ്ടുവരും സാധനം. ഇല്ല ബാബു ചേട്ടൻ പറഞ്ഞ വിത്ത് GTA 6 ഇറങ്ങുമ്പോ അതോടെ ഉൾപ്പെടെ വാങ്ങിച്ചു കൊടുക്കാം. അല്ല അത് ഇവിടെ നേരത്തെ ബുക്ക് ചെയ്യും. അല്ല അത് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല. അല്ല ബാബു ചേട്ടൻ എന്റെ അക്കൗണ്ട് കൊടുത്തോളാം. ശരത്തേട്ടൻ വിളിക്കുന്നേ കണ്ണാപ്പി. ഞാൻ അണ്ണനെടുക്കൂലേ? യവൻ പൂൾവില്ലെടുത്ത് നമ്മള് പോയി. നമ്മുടെ ജോൺസ് വില്ലേജ് അത് കിട്ടൂല. അത് കിട്ടും. ഇപ്പൊ സീസൺ അല്ല, വിചാരിച്ചാ കിട്ടും. ഇറങ്ങിയായിരുന്നോ? ഇതുപോലത്തെ ഒരു ലോക കള്ളാളിയോ സത്യം പറയല്ല. ഇറങ്ങിയോ? ശരത്തേട്ടൻ ഇറങ്ങിയോ? ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഇരിക്കുവാണ്. ഞാൻ വീഡിയോ കോൾ വിളിക്കാൻ പറഞ്ഞപ്പോ കക്കൂസിലാണ്. ഞാൻ പറഞ്ഞു കിംസിലാണെന്ന് ചോദിച്ചപ്പോൾ ശരി 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 ശരി. ചേട്ടൻ പറ ഇപ്പൊ ഏത് ഹോസ്പിറ്റലാ? ഇങ്ങോട്ട് വന്നോണ്ടിരിക്കണോ? ഇവര് പോവാ. ബൈ 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 ബൈ. രണ്ടു വാക്ക് എന്റെ PC യെ പറ്റി. നല്ല PC, നല്ല കളർ, നല്ല കളർ. പിന്നെ വേറെ കാണാൻ രസമുണ്ട്. പെക്വൈസ് ഒക്കെ സൂപ്പർ കൊച്ചിന്റെ ആണല്ലേ ഈ ബാഗായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു. സൂപ്പർ സൂപ്പർ എല്ലാം സൂപ്പറാണ്. സ്പെക്ട് സൂപ്പർ. എന്താണ് എന്റെ കാർഡ് ഏതാണ്ടിരിക്കുന്നത്? അത് ഏതായാലും നിനക്ക് ഗെയിം കളിച്ച പോരെ. സ്ക്രിപ്റ്റ് ചെയ്ത പ്രൊമോഷൻ അല്ലാതെ ഇവർക്ക് ഒന്നും ചെയ്യാൻ അറിയത്തില്ല, മനസ്സിലായോ? ആ പോയിട്ടോ അവരെ കൂടെ പോവാ. ഇവരെല്ലാം വീട്ടിലോട്ട് പോവാ. ഞങ്ങളുടെ വരാം. പോയിട്ടുണ്ട് ചാറ്റിൽ ഓരോരുത്തന്മാർ സമാധാനം തരുന്നില്ല. എസ്തറിനെ കാണിക്കോ ഇതാണ് എസ്തർ. വീണ്ടും 2 വട്ടമായി ആയിരുന്നു. എല്ലാം പോണം. നോക്കിയട നടത്തൊക്കെ നോക്കിയട. ഇവന് ഷോൾഡർ പിന്നെ കോച്ചുവാതോ ഇവന്. എടാ നീ ഇങ്ങോട്ട് വന്നേടാ കണ്ണാപ്പി, ഇങ്ങോട്ട് വന്നേ. നീ ഒന്ന് ജസ്റ്റ് ഫ്രണ്ടോട് നടന്നേ, ചുമ്മാ നടന്നേ. ഇവന് കോച്ചുവാതം ഉണ്ടോ ഇവന്? നോക്ക്. നല്ല രസമുണ്ട് കേട്ടാ, കിടില പാട്ടി.
കേട്ടോ. സെൽട്ടോസിലല്ലേ പോന്നെ? ഐജിഎൽ എടാ നിന്നെ കാണിക്കാൻ പറ്റൂലല്ലോടാ. നിന്നെ കാണിക്കുമ്പോഴേ ഐജിഎൽ നീ ഇത് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഇതേ ഇതാരാ? രണ്ട് വാക്ക് പി സിയെ പറ്റി. കിട്ടലം PC അമ്പത്തൂർ അടിപൊളിയാണ്. ഹരിത ബ്ലാസ്റ്റ് റേസില കോൺഫർമേഷൻ പോകും. മൈ നെയിം ഈസ് ബോബ്സ് വെർസ്റ്റപ്പൻ. ഞാൻ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് F1 കളിക്കുകയാണ്. ഇവന്മാരെല്ലാം ഇൻട്രോവേർട്ട് ഫുണ്ടാളാടാ. ഇവന്മാരെയും കൊണ്ടൊന്നും IRL പറ്റൂല. മനസ്സിലായ? ഇവന്മാർക്ക് എല്ലാം നാണോ. അപ്പൊ ഇവർക്കൊക്കെ നാണോ. അപ്പൊ രണ്ട് വാക്ക് സംസാരിച്ച എന്തിനാ നാണം? എന്തിനാണിത്? എനിക്കറിയത്തില്ല ഇവർക്ക് നാണം എന്തിനാന്നുള്ളത്. അത് ബ്ലഷ് അല്ല, വിശന്നിട്ട് കണ്ണു തള്ളിയതാ. മനസ്സിലായോ? എടാ അപ്പൂട്ട വന്നു. അല്ല നീ ബ്രോ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ എടുക്കാം. സ്റ്റാഫ് എല്ലാവർക്കും കൂടെ ബാബുവേ വാ. ഇവന്മാർക്കൊക്കെ ഭയങ്കര നാണം. ഇവന്മാർക്കൊന്നും ഈ IRL ക്യാമറ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുത്തരും സംസാരിക്കുന്നില്ല. എനിക്ക് നാണം. നീ ഒന്ന് സംസാരിക്കുന്നത് ഭയങ്കര നാണമാണ്. എനിക്കൊന്നും നാണമുള്ളവർക്കാണ് ഇപ്പൊ ഡിമാൻഡ് എന്ന് തോന്നുന്നു. ശരിയാ, ഞാനും നാണം ഇടാൻ പോവാ ഗൈസ്. എനിക്കും എന്നിട്ട് വേണം ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് വല്ല വീഡിയോ അടിച്ചിറങ്ങി വരാൻ. പോടാ. ഇപ്പൊ റിസ്ക് ആണ് ഗൈസ്. ഒന്നുമില്ല. നീ എല്ലാം ഒരു ഗ്യാപ്പ് ഇട്ട് നിന്നാ മതി. പിന്നെ ഗൈസ് നമുക്ക് PC എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു അടുത്ത എൻ്റെ തന്നെ ഒരു PC റിവ്യൂൽ ഉടനെ ഉണ്ടായിരിക്കുന്നതാണ്. അത് ഈഗിൾ ബ്രോയുടെ വീട്ടിൽ പോയിട്ട് വേണം അതിനെപ്പറ്റി തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട്. പിന്നെ ആൾക്കാർ ചാറ്റിൽ എന്താ ചോദിക്കണമെന്ന് അറിഞ്ഞാലല്ലേ എനിക്കതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തുള്ളൂ. തൽക്കാലം രായൻ്റെ മുഖം എൻ്റെ മുഖം പോലെ കാണണ്ട. പക്ഷെ അങ്ങനെ പറഞ്ഞോളൂ. ബോസടിയോ? ചന്ദ്രനോ? ചന്ദ്രൻ ഫ്ലെക്സ് ആക്കാൻ പറയാനോ? ഇല്ല, ഞാൻ കമന്റ് വായിക്കുന്നത് തരാം. ഇങ്ങനെ കമന്റ് വായിക്കുന്നില്ല. നീ എന്നെ കാണിച്ചുള്ള ക്യാമറ വായിക്കാനുള്ളേ. അലക്സ് വന്നോ? ബാബു ഉണങ്ങിയില്ലേ? ഞാൻ ഉണങ്ങിയില്ല. ഓ പോടാ. ഉണങ്ങിയില്ലെന്നാ. ഞാൻ അടുത്ത പ്രാവശ്യം ചന്ദ്രൻ അടിച്ചിരുന്ന 8 പാക്കും കൊണ്ടേ വരത്തുള്ളൂ. താഴെ എന്തോ കാണിച്ചേട്ടാ. കണ്ണാപ്പി നിന്നെ ഊക്കാൻ നോക്കുന്നത്. കണ്ണാപ്പി നിന്നെ ഊക്കിയലാണ്. ആര്? കണ്ണാപ്പി പറ്റണേ അവന്റെ അച്ഛനെ കൊണ്ടാവൂല, പിന്നെയാണ് അവനെ കൊണ്ട്. പറടാ. എന്ത് നമ്മൾ മറ്റേ ഗ്യാങ്സ്റ്റർ റിമോട്ട് എടുത്ത് എങ്ങനെ നടക്കുന്നത്? കഷ്ടം ഇങ്ങനെ ഇതാക്കി വെച്ചില്ലേ, വൈഡാക്കി വെച്ചില്ലേ? അങ്ങനെ നടന്ന് പഠിക്കുക. നമ്മൾ ഈ പുതിയ കൾച്ചറിലോട്ട് ഇറങ്ങുന്ന ടൈം കഴിഞ്ഞു. കൾച്ചറില്ലാത്തവന്മാർ പലതും പറയും. നമുക്ക് അതിനെപ്പറ്റി അന്വേഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കമന്റ് നോക്കട്ടെ. സ്റ്റേക്ക് ഉണ്ടോ? സ്റ്റേക്ക് ഉണ്ടോ? കൗണ്ട് എടുക്കാനാ? സ്റ്റേക്കോ? സ്റ്റേക്ക് അല്ല, സ്റ്റേക്ക്. സ്റ്റേക്ക് ഉണ്ട്. 1 2 3 4 5 ഗൈസ്. പിന്നെ പറ ഗൈസ്. ഇവിടെ കുറെ പേരൊന്നും ഇവിടെ നീലൊക്കെ വന്നോ? ഇല്ല ഗൈസ്, പുതിയ പിള്ളേരാരും വന്നില്ല. ഒന്നാമത്തെ കാര്യം, ഈ നിങ്ങൾ ഈ പറയുന്നതിൽ 3-4 പേര് TV-യിലുള്ളോ? എനിക്കറിയില്ല. പശുമ്പയോ? പശുമ്പ ആരാ? TV-യിലുള്ളതാണ് ഇതൊക്കെ. അലക്സ് ഇന്നലെ എടുത്ത പയ്യനല്ലേ? വന്നിട്ടില്ല. ആ അലക്സ് എന്ന് പറയുന്നത് മറ്റേ ഇതിൽ അലക്സാണ്ടർ ആണോ? വേറെ അലക്സാണ്ടർ. ഞാൻ പഠിച്ച് വരുന്നതേ ഉള്ളൂ. 1-2 പേരുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു പുതിയ പയ്യൻ വന്നിട്ടുണ്ട് പറഞ്ഞു. നീലിനെ ഞാൻ കണ്ടു. അസൻഷ്യോ ജാങ്കോ. ഓ സിമ്പിൾ. ഓക്കെ. ഞാൻ പഠിച്ച് വരുന്നേ ഉള്ളൂ പുതിയ പിള്ളേരെ പറ്റിയൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ തിരിച്ച് ലൈവ് ഇടാത്തത്. ശരിക്കും പറഞ്ഞാൽ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ റെഗുലർ ലൈവ് ഇതിന് മുന്നേ വന്നേനെ. സ്ലോട്ടിലൊക്കെ ഒരുപാട് പിള്ളേരുണ്ട്. ഞാൻ വരുമ്പോൾ പിന്നെ ആരെങ്കിലൊക്കെ മാറ്റണം. അത് അവർക്കൊരു വിഷമാവും, അത് എനിക്കൊരു ഭയങ്കര വലിയ വിഷമാവും. അപ്പോൾ വേണ്ടെന്ന്. അതുകൊണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സാക്രിഫൈസ് ആണ്. എനിക്ക് ശരിക്കും ലൈവ് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇവർക്ക് വേണ്ടി ഞാൻ മാറി നിൽക്കുന്നതാണ്. താങ്ക് യു. ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. കണ്ണാ ഇങ്ങോ.
ഇവിടെ ലൈവ് വരാൻ പറയണം. എത്ര മണിക്ക് വരണം ഞാൻ? ബാബുചേട്ടാ ഒരു 9-10 മണിയാകുമ്പോൾ വന്നാൽ മതി. എനിക്ക് 7 മണിക്ക് വരണമെങ്കിലോ? അത് മോശമാണ്. അതെന്ത്? വെരി ബാഡ്. ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയാം ബാബുശ്ശേരി എന്താ പരിപാടി, ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുന്നത് തന്നെയാണ് ലാഭം. സ്ട്രീമിങ്ങിലോട് തിരിച്ച് വരണ്ട, വന്നാൽ തന്നെ 10 മണിക്ക് ശേഷം ലൈവ് വരാവും. ഇവൻ്റെയൊക്കെ കണ്ടീഷൻ അനുസരിച്ച് എനിക്കിപ്പോൾ ലൈവ് ഇടാനേ പറ്റില്ല. ഈ ബിസിനസ്സിൽ നിന്ന് മാറണം, ഇതിൽ നിന്നും കൂടെ ഇതൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞാൽ ആക്രാന്തമാണ്. ബിസിനസ് കിട്ടുന്നില്ലെങ്കിലോ? അല്ലേ ബോബേ പറയത്തില്ല, നീ പറയോ ബോബേ? തലയൊക്കെ ഇരിക്കുന്നുണ്ട് കിളിക്കൂട് പോലെ. അതാണ് പ്രശ്നം. ഹിറ്റാച്ചി വന്നില്ല. ബാബു ചന്ദ്രൻ കോംബോ ഇനി എന്ത് കാണിക്കാൻ ഇവിടെ ഇട്ടിട്ടൊക്കെ ആർപ്പിയാടാ. ഇത് പറയാം, നമുക്ക് നിർത്താം. ഓക്കെ, ബാബുവേ വാഷ്റൂമിൽ പോയ അല്ലെ അവൻ കക്കൂസിന് പോകാൻ വേണ്ടിട്ട് ജനിച്ചവനാ, കഴിക്കാൻ വേണ്ടി ജനിച്ചവനല്ല. കൂടുതലും കക്കൂസിൽ പോകാൻ വേണ്ടി ജനിച്ചവൻ. അല്ലെ അവൻ പറഞ്ഞ സൂപ്പർ. അല്ലെ കേട്ടോ എന്തോ നിന്റെ ഫോണാണ് ബാബു പറഞ്ഞ അതിന്റെ പടി, അല്ലെങ്കിൽ പ്രതികാരം ചെയ്ത് കക്കൂസ് കണ്ടോണ്ടിരിക്കണ ആയിരിക്കും. അതാണ് അവന് എൻജോയ്മെന്റ്. ഇതൊക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ വന്നതും കണ്ടതും ആയ എല്ലാവർക്കും കോച്ചിനകത്ത് തള്ളക്കൊക്കെ വിളിച്ച് അപ്പോൾ അത്രേ ഉള്ളൂ, നിർത്താം നമുക്ക്. ഞങ്ങൾ രാത്രിയിൽ പറ്റുമെങ്കിൽ ഒരു IR-ൽ വരാം. നീടുവോ? സെറ്റായോ? വളരെ കുറവാണല്ലോ റേറ്റ് ഒക്കെ. ഒരു വില്ലെടുക്കാൻ പറഞ്ഞപ്പോഴേ 1 ഏക്കർ സ്ഥലം മേടിക്കണ പൈസ ഒരു വില്ല കൊണ്ടുവരുന്നത് 25 ലക്ഷം രൂപയുള്ള ഒരു വീട്. 25 ലക്ഷം രൂപ വീട്. തരങ്കടി ലോഡ്ജ് ഉണ്ട്. തരങ്കടി നിന്റെ അച്ഛനെ കൊണ്ടുവരും. തരങ്കടി ലോഡ്ജില്, തരങ്കടി ലോഡ്ജ് ഒന്ന്. മാരിറ്റിനെക്കാട്ടി ലാഭിച്ചില്ലേ നമ്മള്? എടാ ഞാൻ കാര്യം പറയട്ടെ, എടാ ഇവിടെ അല്ല, ഇതിനകത്ത് എത്ര പേര് നിൽക്കുന്നുണ്ട് അത് പറ. 22 പേരുണ്ട്. 22 പേരെ അവരെ കയറ്റുമോ ഇതിനകത്ത്? ചോദിച്ചോ വിളിച്ചു ചോദിച്ചോ? ഇതാണോ റേറ്റ്? ഈ കാണിച്ചിരിക്കുന്നതാണോ റേറ്റ്? അല്ലെ ഇതിൽ കൂടുതലാ. ഇവന്റെ വാക്കും പൊത്ത ചാക്ക് രണ്ടും ഒരുപോലെ. ഇത് എവിടെയാ? അടുത്താണോ ലൊക്കേഷൻ എന്ന് പറയുന്നത്? മൂന്നാറ്. ലൊക്കേഷൻ മൂന്നാറ്. 25 കിലോമീറ്ററോ? മൂന്നാറ്. അതാണ് കൊച്ചിയിൽ എവിടെയെങ്കിലും 25 കിലോമീറ്റർ പോയി മൂന്നാറ് ഇവിടുന്ന്. ചെവി പറഞ്ഞുതരാം. അല്ല ചെവി പറഞ്ഞുതരാം. ഈ ചെവി പറയുമ്പോ മൈക്ക് എന്തിനാ കൊണ്ടുവന്നേ? ഈ മണ്ടനാണ് അവൻ. ചെവി ഏത് മൈക്ക്? ആരുടെ അവരെ മൈക്ക് പോയി. സോറി അതിന്റെ മാഗ്നറ്റ് കിട്ടിയോ? ഗൈസ്, അപ്പോൾ എടാ ഞാൻ വേട്ടെ എടാ നിന്റെ വീട്ടിൽ അടുക്കിട്ടാ പോരെ മോളില്? എല്ലാരും കുറെ പേരൊക്കെ പോകും. അളിയ എന്റെ വീട്ടിൽ അടുക്കിയിടാം. ഇന്നലെ അടുക്കിയിട്ടത് ഓർമ്മയുണ്ടോ? ഓൾറെഡി ഗ്രൂപ്പിൽ വന്ന്, വില്ലയുടെ ഗ്രൂപ്പിൽ വന്ന് അടുക്കിയിട്ടേനെ. പ്രശ്നമായി. ഇന്നൂടെ അടുക്കിയിട്ടാൽ എന്നെ അടുക്കിയിടാൻ എനിക്കൊരു വീടുണ്ടാവില്ല ഇനി. അതാണ് പ്രശ്നം. എറണാകുളത്ത് ബ്രോക്കർ സൈഡിലുണ്ടെങ്കിൽ ഞാൻ വീട് മാറാൻ നോക്കുന്നുണ്ട്. സോ ഒരു നല്ല 2 BHK ഉണ്ടല്ലേ? വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച്. വേണ്ട, നിന്നോട് ജീവിതം ഇല്ല എനിക്ക്. മമ്മു ഒക്കെ പറഞ്ഞ പോലെ പറയട്ടെ. ഗ്ലാസ് വരട്ടെ എന്നിട്ട് നിർത്താം. ഗ്ലാസ്? ആ ഗ്ലാസ് അതിന്റെ ഗ്ലാസ്. അയ്യോ, ഞാൻ ഓവർ തിങ്ക് ചെയ്ത് പോയത്. ബാബു ഒന്ന് ക്ലാസ് എവിടെയായിരുന്നു? തൂറാൻ പോയത്. എന്ത് തൂറാൻ പോയി? കഴുകണം. വന്ന് അളിയ വന്ന് മൈൻഡപ്പ് ഇവന് വേണ്ടി പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. നീ വന്നപ്പോഴേ മാത്രം പോയാ? ഇല്ല. പിന്നെ നിനക്ക് ഇനി അറിയിച്ചു തരാം. ഞാൻ ഫോട്ടോ എടുത്ത് കൊണ്ടുതരാം. ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നിന്നെ അറിയിക്കണം. നീ ആര്? അതിന്റെ ഞാൻ പോവാ. പടാ. ഓക്സി വന്നില്ലല്ലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടികൾക്ക് ശുഭരാത്രി നേരുകയാണ്. ഇന്ന് രാത്രി ചില കൊഞ്ചുകളും ഞാൻ എല്ലാം ഇടുന്നുണ്ട്. നമ്മൾ രാത്രി ലൈവും കൂടെ വരുന്നുണ്ട്. ഞാൻ ഒന്നുമില്ല. ഞാൻ നേരെ പോയി കിടന്ന് ഉറങ്ങണം. എനിക്ക് അല്ല ഈഗ്ബ്രോ എന്നാണ് മോശമായിട്ട് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്? ജീവിതത്തിൽ വ്ളോഗ് വരുന്നുണ്ട്. കണ്ടന്റ് എല്ലാം ഉണ്ടാവും. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് പേര് പൊതുവെ ഇങ്ങനെ
എൻ്റെ എ ഉപയോഗിച്ച് കുറച്ച് അഡ്വാൻസ്ഡ് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിന്റെ ചേട്ടന്റെ കല്യാണത്തിന് ക്ലിയർ അത് അതെ അത് ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ കൂട്ടുകാരനാണ് ഞാൻ കേസ് കൊടുക്കാം. ഞാൻ ഇവന്റെ അടുത്ത സുഹൃത്താണ് ഞാൻ കേസ് കൊടുക്കാം. വേറെ ആളായിരുന്നു പച്ചവെള്ളം കുടിച്ചതിന്റെ പേര് ഞാൻ എന്തൊക്കെ അനുഭവിച്ചത്. സെയിം ഷർട്ട് അന്നത്തെ സെയിം ഷർട്ട്. എന്തുള്ള പച്ചവെള്ളം ഇക്കാലത്ത് വെച്ച് ആരുടെ എന്തോ ചെയ്യാൻ പറ്റാത്ത ഇറങ്ങി പോയി ന്യൂട്രോക്ക് PC പിടിച്ച് വാങ്ങിയിട്ട് ഇറങ്ങി പോടാന്ന് പറയും. ക്യാമറ പൊക്കി പിടിച്ച് വ്ളോഗ് അത് വരും. അത് ശരിക്കും പറഞ്ഞാൽ തെണ്ടിത്തരമാണ്. പേഴ്സണൽ സ്പേസിൽ ഞാൻ പറയട്ടെ അല്ല അതല്ല ഞാൻ പറഞ്ഞു ഇവരുടെ അത് മൈക്ക് ഓഫ് ആക്കി കേട്ടാ. അല്ല ഒന്നും ഞെക്കില്ല വർക്കിംഗ് ആണെന്ന് തോന്നുന്നു. മൈക്ക് വർക്കിംഗ് ആണെന്ന് തോന്നുന്നു. വർക്കിംഗ് അല്ലേ? സൗണ്ട് അല്ലേ? സൗണ്ട് ഉണ്ടല്ലോ അല്ലേ? ഇതിലൊന്നും കൂട്ടിയൊക്കെ അറിയത്തില്ലടാ. അപ്പൊ അല്ലല്ല ഞാൻ പറയാണ് ഗൈസ്, ഇവരുടെ പേഴ്സണൽ സ്പേസിലോട്ട് ഇടിച്ചു കയറി വന്നതാണ്. ആ സമയത്ത് നോർമൽ ആയിട്ടിരുന്ന എന്നെ ഒരു പ്രമുഖ യൂട്യൂബർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നാലൊരു കാണുമല്ലോ. അതിന്റെ കമന്റ് മൊത്തം കല്യാണത്തിനെ പറ്റിയല്ലായിരുന്നു ഡിസ്കഷൻ. അളിയന്റെ നിന്റെ ആവശ്യം അതായിരുന്നല്ലോ. നിന്റെ അതൊന്നും അല്ല ബ്രോ. ഇവൻ 10,000 രൂപ മുടക്കി ഒരു റൂം എടുത്തു. അതിന്റെ പൈസ തിരിച്ചെങ്ങനെ പിടിക്കാം? അവൾ കമ്മിറ്റഡ് ആണ്. കളർ ലുക്കും നോക്കലും മന്ദ കുത്തിയത്. കമ്മിറ്റഡ് ആണ്. അത് പറഞ്ഞോ. നോക്കണ്ട നീ ആരാങ്ങളെ ഞാനൊരു കാര്യം പറയട്ടെ. കമ്മിറ്റിയുടെ കല്യാണം കഴിഞ്ഞെങ്കിൽ അങ്ങനെ പറ. എന്തിന് കമ്മിറ്റിയുടെ പറഞ്ഞ കല്യാണം കഴിഞ്ഞതാ? അങ്ങനല്ലേ? കഴിഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞുതരാം. ഭയങ്കര പ്രശ്നങ്ങളാ കുറെ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇവനെ തന്നെ വിശ്വാസം ഉണ്ടോ നിനക്ക്?